ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് കുറേ ഉദ്യോഗാർത്ഥികളൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. +2 ഡിപ്ലോമ അങ്ങനെ 10th ആ ഒരു ക്വാളിഫിക്കേഷൻ, അതായത് SSLC ആയിരുന്നു യോഗ്യത. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തു. ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 2/7/2024 ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാം ഏകദേശം ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ 1 കൂടി കാണും. അതായത് ഇതിൻ്റെ ഒരു സിലബസിൽ GK ആൻഡ് കറണ്ട് അഫെയർ, മാത്സ്, ഇംഗ്ലീഷ് ഇത്രയാണ് സിലബസിലുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിൽ തയ്യാറാകാനായിട്ട് ഏകദേശം നമ്മളിപ്പോൾ ഓഗസ്റ്റ് എൻഡ് നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു 45 ഡേയ്സേ ഉള്ളൂ. ഈ 45 ദിവസത്തിനുള്ളിൽ ഇത്രയും വലിയൊരു സിലബസ് ഇതെങ്ങനെ പഠിച്ചു തീർക്കും? പക്ഷെ ഇത് കുറച്ച് നമ്മൾ ബുദ്ധിയോട് കുറച്ച് ഹാർഡ് വർക്കിനോടൊപ്പം കുറച്ച് സിസ്റ്റമാറ്റിക് രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സിലബസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് പാർട്ട് B നോക്കി പ്രാധാന്യം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പാർട്ട് ബിയിൽ നിന്നുള്ള വരുന്ന, അതായത് ഇംഗ്ലീഷ്, മാത്സ് ആണ് പാർട്ട് B, ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ GK അത്യാവശ്യം, ഇത് ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അതിന് ഇതിനു മുമ്പ് ഒരു യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കിക്കുക. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യങ്ങളൊന്നും അല്ല, എന്തല്ല വലിയ കഠിനമായിട്ടുള്ള ചോദ്യങ്ങളല്ല, ഒരു ആവറേജ് നിലവാരം എന്ന് വെച്ചാൽ സിമ്പിളും അല്ല ഹാർഡും അല്ല, ഒരു മീഡിയം ലെവൽ നമുക്കൊക്കെ പറ്റുന്ന, അതായത് നമുക്ക് മീൻസ് ഒന്ന് മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ ഉള്ളിലുള്ള അറിവ് അതൊന്നും കൂടെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പോവുക. ഒരു ദിവസം പഠിച്ചു, പിന്നെ 5 ദിവസം പഠിക്കത്തില്ല, പിന്നെ 6ാമത്തെ ദിവസം പഠിക്കുമ്പോൾ എല്ലാം പോയി. ആ രീതിയിലുള്ളൊരവസ്ഥ മാറിയിട്ട് കറക്റ്റ് ഒരു ദിവസം ഒരു 3-4 hours നിങ്ങൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 45 days മാക്സിമം എക്സാമിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ദിവസത്തിനുള്ളിൽ സിലബസൊക്കെ ഒന്ന് നല്ല രീതിയിൽ കവർ ചെയ്ത് നല്ലൊരു റിവിഷനൊക്കെ ആയിട്ട് നമുക്ക് പോയി എക്സാം എഴുതാൻ പറ്റും. അത്യാവശ്യം നിയമനങ്ങളൊക്കെ നടന്നൊരു പോസ്റ്റാണ്. നിങ്ങൾ ഓർക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏത് മത്സര പരീക്ഷകളും ഇപ്പം അടുത്ത വർഷം അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിക്കാം അങ്ങനെ വെക്കില്ല. അപ്പോൾ വീണ്ടും കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ കൂടും. മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ആയിരിക്കില്ല ആ ഒരു സമയത്തുള്ളത്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ വന്ന സമയത്ത് തന്നെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളുടെ കയ്യിലും എത്തിയിരിക്കുന്നത്. അല്ലാതെ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് നോട്ടിഫിക്കേഷൻ ഇന്ന സമയത്ത് വരും, എക്സാം ഇന്ന സമയത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ച് നേരത്തെ ഇതിനായിട്ട് ആരും പഠിച്ചു തുടങ്ങിയിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമാണ് എല്ലാവരും തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് രീതിയിലൊക്കെ പോയി ആദ്യ റാങ്കുകളിൽ നിങ്ങൾക്ക് എത്താനൊക്കെ സഹായിക്കാനായിട്ട് നമ്മൾ അഡാ 24/7 മലയാളം ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ 2ാമത്തെ ബാച്ച് ജൂലൈ 22 ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് ബാച്ച് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, ഈ ബാച്ചിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ബാച്ച് ജോയിൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് നിങ്ങൾ അഡാ 24/7 മലയാളം കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. ഇവിടെ നമ്മുടെ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ബാച്ച് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ കിടക്കുന്നു ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 22 സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, 90+ അവേഴ്സിൻ്റെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതായത് നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ്. ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ അവൈലബിളാണ്. മോക്ക് ടെസ്റ്റ് ഉണ്ട്, റിവിഷനുണ്ട്. കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ 109 ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ടെലഗ്രാം ചാനലുണ്ട്, അവിടെ അധ്യാപകരും മെൻറ്ററും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ബൈ നൗ കൊടുക്കുമ്പോൾ നമ്മളൊരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. കോഡ് മറക്കണ്ട, Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം. 2050 രൂപയാണ് കോഴ്സ് ഫീ. ദെൻ ഫിൽ ഡീറ്റെയിൽസ്, പേരും ഫോൺ നമ്പറും കൊടുക്കുക. 3ാമത്തെ ഓപ്ഷൻ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. അപ്ലൈ ചെയ്തിട്ടുള്ളവർ നല്ല ഉഷാറായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന നല്ലൊരു അവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ഉപയോഗിക്കുക. താങ്ക് യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.